ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ വന്ന ഒരു തേങ്ങ മിഠായിയാണ്. അപ്പോൾ ഞാൻ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് പൊട്ടിച്ച് പാത്രത്തിലോട്ട് ഒഴിച്ചു. ഈ തേങ്ങ ചിരണ്ടി എടുക്കാം. അപ്പോൾ 1/2 കിലോ വരുന്ന 2 തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പച്ച തേങ്ങ. അപ്പോൾ അതിൻ്റെ അകമൊന്നും ഞാൻ ചിരണ്ടി എടുത്തിട്ടില്ല, അതെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള ബ്രൗൺ കളറൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതിൻ്റെ അല്ലാത്ത തേങ്ങ മാത്രം ഞാൻ ചിരണ്ടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇത് തയ്യാറാക്കാൻ നോക്കാം. ഞാൻ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. തേങ്ങ മാത്രം ഇങ്ങനെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കും. ഇങ്ങനെ അടുപ്പ് എത്തിച്ച് തയ്യാറാക്കാനുള്ള പാത്രം എടുത്തിട്ട് തേങ്ങ ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. നന്നായിട്ട് അറിയേണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൽ തേങ്ങ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചെറിയ തീ വെച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം ആയിട്ടുണ്ട്. നല്ല മണം വന്നു തുടങ്ങി. ഇത് കൈ വിടാതെ തന്നെ ഇളക്കണം, അല്ലെങ്കിൽ കറുത്തു പോകും, അടി പിടിക്കുക. അപ്പം നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം, കൈ വിടാതെ തന്നെ ഇളക്കണം. നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അല്പം കൂടെ ഒന്നായിട്ട് ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിങ്ങനെ പഞ്ചസാര 1 കപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി, മധുരം വേണമെന്നുള്ള അനുസരിച്ച്. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കത് നമ്മുടെ തേങ്ങ മുട്ടായി ഏകദേശം ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് അല്പം ഒരു 2 സ്പൂൺ അളവിന്, 2-3 സ്പൂൺ അളവിന് നമുക്ക് അല്പം തേങ്ങ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു സ്പൂൺ ഏലക്കപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. തേങ്ങ മുട്ടായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കുകയാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അല്പം ഒന്ന് ഇത് തണുക്കാൻ വയ്ക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കട്ടിയാവുന്നതിന് മുമ്പ് ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തേങ്ങ മിഠായി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ഒരു മിഠായിയാണ് തേങ്ങ മിഠായി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.